നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ടെൻസിലേക്ക് പോവാം. തേർഡ് വൺ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഏത് കേസിലാണ് ജനറലി നമ്മൾ പറയുമ്പം എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ കഴിഞ്ഞു പോയി പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് ജനറലി നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഏതൊക്കെ കേസസ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സെൻറ്റൻസിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. നോക്കിക്കോളൂ. സബ്ജക്റ്റ് ഉണ്ടാവും, സബ്ജക്റ്റിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും, വെർബിൻ്റെ V3 ഫോം ഉണ്ടാവും, പിന്നെ ബാക്കി സെൻറ്റൻസിൽ എന്താണോ ഒബ്ജക്റ്റ് അതെന്താണോ അതുണ്ടാവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ഏത് ഓക്സിലറി വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ഹാവ്. നമ്മളിവിടെ നമ്മുടെ പ്രൈമറി ഓക്സിലറി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൈമറി ഓക്സിലറിയിൽ ടു ഹാവിൻ്റെ ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രസന്റ് ടെൻസ് ആണ്. സോ ഹാവ് അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യും, അതിൻ്റെ കൂടെ വെർബിൻ്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യണേ, പിന്നെ ഒബ്ജക്റ്റ് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഹാസ് യൂസ് ചെയ്യണേ, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഹാവ് യൂസ് ചെയ്യണേ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ there we use has. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ there we use have. അപ്പം നമ്മൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ പഠിച്ചു ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സബ്ജക്റ്റ് സിംഗുലർ ആവണേ, ഏതൊക്കെ സിറ്റുവേഷനിലാണ് സബ്ജക്റ്റ് പ്ലൂറൽ ആവണം. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ there we use has. if the subject is plural there we use have. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ പ്രൊനൗൺസിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാസ് യൂസ് ചെയ്യണത് ഷീയുടെ കൂടെ യൂസ് ചെയ്യും, ഹീയുടെ കൂടെ യൂസ് ചെയ്യും, പിന്നെ ഇറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യും. യെസ്. ഇനി ഹാവ് നമ്മൾ യൂസ് ചെയ്യണത് ദേയുടെ കൂടെ യൂസ് ചെയ്യും, വിയുടെ കൂടെ യൂസ് ചെയ്യും, ഐയുടെ കൂടെ യൂസ് ചെയ്യും, യുടെ കൂടെ യൂസ് ചെയ്യും. മനസ്സിലായോ? ആദ്യത്തെ ഈ 3 പ്രൊനൗൺസിൻ്റെ കൂടെ ഹാസ് നമ്മൾ യൂസ് ചെയ്യണത് ഹി ഷീ ഇറ്റിൻ്റെ കൂടെയാണ്. അതേപോലെ ഹാവ് യൂസ് ചെയ്യണത് ദേ വി ഐ യുടെ കൂടെയാണ്. മനസ്സിലായല്ലോ? സോ നമുക്ക് യെസ്, ലെറ്റ് സീ സം എക്സാമ്പിൾ സെൻറ്റൻസസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. ആഫ്റ്റർ ദാറ്റ് വിൽ സീ ദ കേസസ്. നമുക്ക് ഏതൊക്കെ കേസസിലാണ്, കേസസ് ഇൻ വിച്ച് വി യൂസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ഏതൊക്കെ കേസിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സെൻറ്റൻസ് നോക്കിക്കോളൂ. ദേ ഹാവ് gone to the party. They have gone to the party this week. They have gone to the party this week. Okay. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ദിസ് വീക്ക് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. എഗെയിൻ ഇവിടെ ദിസ് വീക്ക് വന്നപ്പോൾ നമ്മൾ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്ത് നമുക്ക് കൺഫ്യൂഷനായി. അതായത് പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ദിസ് വീക്ക്, ദിസ് മന്ത്, ദിസ് ഇയർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യത്തിനാണ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യം എന്ന് പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ദിസ് വീക്ക്, ദിസ് മന്ത് എന്നുള്ള ആ ഒരു ഫ്രേസിൻ്റെ കൂടെ നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യണത് ഈ ഒരു കാര്യം, ഈ ആഴ്ച അവൻ അവളെ കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ആഴ്ച അവർ പാർട്ടിക്ക് പോയായിരുന്നു, ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഓക്കെ, ഇപ്പം ഞാൻ തേഴ്സ്ഡേ ഞാൻ സംസാരിക്കുവാണ്, തേഴ്സ്ഡേ ഞാൻ ഒരാളോട് ഞാൻ പറയുകയാണ് ഈ ആഴ്ച അവർ പാർട്ടിക്ക് പോയായിരുന്നു എന്ന് ഞാൻ പറയുമ്പം അവർ പാർട്ടിക്ക് പോയത് ഞായറാഴ്ചയാവാം, തിങ്കളാഴ്ചയാവാം, ബുധനാഴ്ചയാവാം, ചൊവ്വാഴ്ചയാവാം, എന്തായാലും തേഴ്സ്ഡേക്ക് മുമ്പാണ്. അല്ലെങ്കിൽ ആ സംസാരിക്കണ സമയത്തിന് ഇപ്പം ഞാൻ ഇന്ന് തേഴ്സ്ഡേ ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഞാൻ സംസാരിക്കണതെങ്കിൽ തേഴ്സ്ഡേ ഉച്ചയ്ക്ക് 2:29 വരെ ഏതോ ഒരു സമയം ഈ ആഴ്ചയിൽ അവർ പാർട്ടിക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇനി പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ഞാൻ യൂസ് ചെയ്യണ സമയത്ത് ദിസ് വീക്ക് എന്നാണെങ്കിൽ ഇതേപോലെ ഞാൻ തേഴ്സ്ഡേ ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഞാൻ പറയണതെങ്കിൽ യെസ്, തേഴ്സ്ഡേ ഉച്ചയ്ക്ക് 2:31 തൊട്ട് ശനിയാഴ്ച വരെ ഉള്ള സമയം അല്ലേ, ആ ഒരു വീക്ക് കഴിയണ വരെ ഉള്ള ആ ഒരു സമയത്ത് അവർ പോവുകയാണ്, ഇതുവരെ അവർ പോയിട്ടില്ല, ഫ്യൂച്ചറിൽ നടക്കാൻ പോണ ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. They have gone to the party. They have gone to the party this week. ഈ ആഴ്ച അവർ പാർട്ടിയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ദേ എന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോമായ ഗോൺ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കണം. മനസ്സിലായല്ലോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ്
come to Mumbai before. ഇതിന് മുമ്പ് അവൾ മുംബൈയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഷീ എന്ന് പറയുന്നതിന് ശേഷം നമ്മൾ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ നമ്മൾ ഹാസ് യൂസ് ചെയ്തു. കമ്മിൻ്റെ തേർഡ് ഫോം. കമ്മിൻ്റെ പ്രത്യേകത എന്താണ്? കമ്മാണ് അതിൻ്റെ ഫസ്റ്റ്, കെയിം സെക്കൻഡ്, കമ്മാണ് തേർഡ്, കമ്മിങ് ആണ് ഫോർത്ത്. മനസ്സിലായോ? കം, കെയിം, കം, കമ്മിങ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ തേർഡ് ഫോം ഓഫ് ദി വെർബ് കമ്മാണ് യൂസ് ചെയ്തേക്കണം. മനസ്സിലായല്ലോ? യെസ്. അപ്പം ഇനി നമുക്ക് നോക്കാം നമ്മൾ ഏതൊക്കെ കേസസിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണത്. ആദ്യത്തെ കേസ് നോക്കിക്കോളൂ. എ ടാസ്ക് ഓർ ആക്ഷൻ ദാറ്റ് ഹാസ് ജസ്റ്റ് എൻഡഡ്. ജസ്റ്റ് എൻഡഡ് അല്ലെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റഡ്, വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരു കാര്യം അല്ലേ, ഇപ്പം തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, ഐ സോ ഹിം just a while before. I saw him just a while before. തൊട്ട് മുമ്പ് ഞാനിപ്പോൾ എന്ത് ചെയ്തു? അവനെ കണ്ടു. സോ ആ കാര്യം എന്താണ്? ജസ്റ്റ് കഴിഞ്ഞു പോയൊരു കാര്യമാണ് അല്ലേ. ഇപ്പം ഞാനൊരാളോട് ഇപ്പോൾ ആരെങ്കിലും ഇപ്പം ഒരു കോമൺ ആയി രണ്ടുപേർക്ക് അറിയാവുന്ന ഒരാളെക്കുറിച്ച് അവനെ കണ്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായല്ലോ എന്നിപ്പോൾ ഞാൻ പറയുവാണ്. അപ്പോൾ എന്നോട് വേറൊരാൾ പറയണേ, ഇല്ല ഞാനിപ്പോൾ അവനെ തൊട്ട് ഒരു മിനിറ്റ് മുമ്പ് ഞാൻ കണ്ടേ ഉള്ളൂ, എ മിനിറ്റ് ബിഫോർ, അല്ലെങ്കിൽ ജസ്റ്റ് എ വൈൽ ബിഫോർ, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പ് നടന്നൊരു കാര്യമാണ്. ദർ വി ഹാവ് ടു യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ ഐ ഹാവ് സീൻ ഹിം. They left for the party. Just an hour ago. അല്ലേ? തൊട്ട് മുമ്പാണ്, ഒരു മണിക്കൂർ മുമ്പാണ് അവരെന്ത് ചെയ്തത്? ഈ പാർട്ടിക്ക് വേണ്ടി അവർ പുറപ്പെട്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പം റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു കാര്യം. അപ്പോൾ നോക്കിക്കോളൂ, ദേ ലെഫ്റ്റ് ഫോർ ദ പാർട്ടി അല്ല, ദേ ഹാവ് ലെഫ്റ്റ് ഫോർ ദ പാർട്ടി. മനസ്സിലായല്ലോ? യെസ്. അപ്പം നമ്മൾ എവിടെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണേ? ഫസ്റ്റ് കേസ്, എന്തെങ്കിലും ഒരു കാര്യം വേറൊരു എക്സാമ്പിൾ നോക്കാം. ഗ്രാൻഡ് ഫാദർ along with his grandchildren started watching a new web series recently. Okay. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് ഫാദർ അയാളുടെ ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കൂടെ ഇപ്പോഴാണ് ഒരു വെബ് സീരീസ്, ഈ അടുത്താണ് അവർ ആ വെബ് സീരീസ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് 1 along with എന്നുള്ള ഫ്രേസും, സബ്ജക്റ്റ് 2 ആണെങ്കിൽ വെർബ് ആയാലും പ്രൊനൗൺ ആയാലും സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ കാര്യം അല്ലേ, ഈ അടുത്ത് അവരൊരു വെബ് സീരീസ് കണ്ടു തുടങ്ങി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ അടുത്ത് അവരൊരു വെബ് സീരീസ് കണ്ടു തുടങ്ങി. സോ തൊട്ട് മുമ്പ് കഴിഞ്ഞ ഒരു കാര്യമാണ്. സോ നമ്മളിവിടെ പാസ്റ്റ് ടെൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രാൻഡ് ഫാദർ സിംഗുലർ ആണ്. സോ ഹാസ് സ്റ്റാർട്ടഡ്. യെസ്. വേറൊരു എക്സാമ്പിൾ, ദ ട്രെയിൻ ജസ്റ്റ് ലെഫ്റ്റ് ദി സ്റ്റേഷൻ. ഇപ്പോൾ
ഈ സ്റ്റേഷൻ വിട്ടു പോയതേ ഉള്ളൂ. സോ ഇവിടെ ലെഫ്റ്റ് അല്ല, ഹാസ് ലെഫ്റ്റ്. ജസ്റ്റ് ഹാസ് ലെഫ്റ്റ് ദി സ്റ്റേഷൻ. ഇപ്പോൾ ഈ അഡ്വർബ് ഉണ്ടെങ്കിൽ അല്ലേ, റീസെൻ്റ്ലി, ജസ്റ്റ് എ വൈൽ ബിഫോർ, ജസ്റ്റ് ആൻ ആർ ബിഫോർ, ജസ്റ്റ് ആൻ ആർ എഗോ എന്നൊക്കെ ഉള്ള ആഡ്വർബ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ വെർബ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? സോ ഇതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്. An action happened in the past. An action happened in the past, but time is unknown. But time is unknown. അതായത് എക്സാക്റ്റായ ഒരു സമയം നമുക്കറിയാൻ പാടില്ലെങ്കിൽ, എക്സാക്റ്റായ ഒരു സമയം നമുക്കറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. I went to visit my grandma's village along with my parents went to visit my grandma's village so many times ബിഫോർ. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ഗ്രാൻഡ്മയുടെ വീട് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ്മയുടെ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. സോ ഇവിടെ നമുക്കൊരു എക്സാക്റ്റ് ആയ ഒരു സമയം തന്നിട്ടില്ല. അപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. ഐ അലോങ് വിത്ത് മൈ പാരൻസ് went to visit my grandma's village ലാസ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, രണ്ട് സെൻറ്റൻസ് ഉണ്ട്. ഇവിടെ എന്താണ് നമ്മുടെ ഫ്രേസ്? സോ മെനി ടൈംസ് ബിഫോർ ആണ്, ഇവിടെ ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാക്റ്റ് ആയ ഒരു സമയം അറിയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ എങ്ങോട്ട് പോയി? എൻ്റെ ഗ്രാൻഡ്മയുടെ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ പോയി. ഇത് രണ്ടും പാസ്റ്റ് ആക്ഷൻസ് ആണ്. ആദ്യത്തെ പാസ്റ്റ് ആക്ഷൻ ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച പോയി എന്നാണ്. അപ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ, പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നമുക്കതിൻ്റെ ഒരു ടൈം നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വീക്ക്, അല്ലെങ്കിൽ യെസ്റ്റർഡേ, അല്ലെങ്കിൽ എ ഡേ ബിഫോർ, ഓർ എൽസ് നമുക്ക് എന്ത് പറയാം, എന്തെങ്കിലും ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട്, ഏതെങ്കിലും ഒരു ഡേറ്റ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്, ആ ഒരു ഡേറ്റിൽ നമ്മൾ പോയി, അല്ലെങ്കിൽ ഒരു കൊല്ലം മുമ്പ് പോയി, വാട്ട് എവർ ഇറ്റ് മേ ബി, അല്ലേ? ആ ഒരു അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ടൈമിൻ്റെ കാര്യം നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ വന്നിട്ടില്ല, പക്ഷെ എന്നാൽ ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. പക്ഷെ ചില ആക്ഷൻസ് ഉണ്ട്, അത് പാസ്റ്റിൽ കഴിഞ്ഞതാണ്, പക്ഷെ നമുക്കതിൻ്റെ എക്സാക്റ്റ് ആയ സമയം നമുക്കറിയാൻ പാടില്ല. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഐ ഹാവ് seen this movie. I have seen this movie already. ഓൾറെഡി ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞു? ഈ സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞു. ഈ സിനിമ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. പക്ഷേ വി ആർ നോട്ട് അവെയർ ഓഫ് ദി എക്സാക്ട് ടൈമിങ്. എക്സാക്ട് ടൈമിങ്ങിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഇല്ല. വേറൊരു എക്സാമ്പിൾ എഴുതാം. ഐ സോ ദിസ് മൂവി യെസ്റ്റർഡേ. ഐ സോ ദിസ് മൂവി യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലെ ഞാൻ ഈ മൂവി കണ്ടു. രണ്ട് സിറ്റുവേഷൻസും നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒരു ടൈം, ഒരു എക്സാക്റ്റ് ആയ ഒരു ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ദർ വി യൂസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. സോ ഞാൻ ഇത് രണ്ടും മാറ്റുവാണ്. നമ്മുടെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യം നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ സമയം എന്താണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ഇവിടെ ഐ അലോങ് വിത്ത് മൈ പാരൻസ് വെന്റ് അല്ല, ഹാവ് ഗോൺ ആണ്. ഹാവ് ഗോൺ. മനസ്സിലായോ? യെസ്. വേറൊരു എക്സാമ്പിൾ നോക്കാം.
വേറൊരു എക്സാമ്പിൾ, he and his friends saw this girl in the valley. This girl standing in the valley. This girl standing in the valley before. അപ്പോൾ ഇതിനു മുമ്പ് അവനും അവൻ്റെ ഫ്രണ്ട്സും എന്ത് ചെയ്തിട്ടുണ്ട്? അവനും അവൻ്റെ ഫ്രണ്ട്സും ഈ ഗേൾ വാലിയിൽ നിൽക്കണത് കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് അവനും അവൻ്റെ ഫ്രണ്ട്സും ഈ ഗേൾ വാലിയിൽ നിൽക്കണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബിഫോർ എന്ന് പറയുമ്പം ഇതിന് മുമ്പ് എന്നാണ് നമുക്ക് എക്സാക്റ്റ് ആയ ഒരു ടൈം എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എക്സാക്റ്റ് ആയ ഒരു ടൈം അറിയാൻ പാടില്ല. പക്ഷേ പാസ്റ്റിൽ നടന്നൊരു കാര്യമാണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യണേ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യണേ. സോ സോ അല്ല വരണ്ടേ, ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് സിയുടെ V3 ഫോമായ സീനാണ് വരണ്ടേ. ഇനി ഇവിടെ ഹാവ് ആണോ ഹാസ് ആണോ വരണ്ടേ നോക്കിക്കോളൂ. നമ്മുടെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിൽ നമ്മൾ പഠിച്ചു, ഒരു നൗൺ ഉണ്ട്, പൊസസീവ് പ്രൊനൗൺ ഉണ്ട്, പിന്നെ ഒരു നൗൺ ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ നൗണിനനുസരിച്ചിട്ടായിരിക്കും, മെയിൻ സബ്ജക്റ്റിനനുസരിച്ചിട്ടായിരിക്കും എന്ത് നമ്മുടെ വെർബായാലും പ്രൊനൗൺ ആയാലും. സോ ഹീ ആണ്, അതുകൊണ്ട് ഹാസ് സീൻ. ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഹാസ് സീൻ ദിസ് ഗേൾ സ്റ്റാൻഡിങ് ഇൻ ദിസ് വാലി ബിഫോർ. ഈ വാലിയിൽ ഇതിന് മുമ്പ് നിൽക്കണത് അവനും അവൻ്റെ ഫ്രണ്ട്സും കണ്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ? യെസ്. ഇനി മൂന്നാമത്തെ കേസ്, ഇതാണ് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ലാസ്റ്റ് കേസ്. നമ്മൾ പറഞ്ഞു ചില വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അതേപോലെ ചില വേർഡ്സ് ഉണ്ടെങ്കിൽ സർട്ടൺ വേർഡ്സ് ആർ ഫോളോഡ് ബൈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ അത് ഏതൊക്കെ വേർഡ്സ് ആണെന്ന് നോക്കാം. നോക്കിക്കോളൂ. Already, ever, never, പിന്നെ this week, year or month. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ this week, year or month എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസും നമ്മൾ യൂസ് ചെയ്യും. ആക്ഷൻ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ ഒരു കാര്യമാണോ അതോ നേരത്തെ കഴിഞ്ഞു പോയ കാര്യമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നേരത്തെ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ there we use present perfect tense. ഫ്യൂച്ചറിൽ നടക്കാൻ പോണ ഒരു കാര്യമാണെങ്കിൽ there we use present continuous tense. അതേപോലെ നമുക്ക് ടുഡേ എന്നുള്ളൊരു വേർഡ്, ഇവിടെ ടുഡേയുടെ കാര്യം വരുമ്പോഴും ഇങ്ങനെയാണ്. അതായത് ടുഡേ നമ്മൾ നേരത്തെ പറഞ്ഞു ടുഡേ ഐ എം ഗോയിങ് ടു മീറ്റ്, ടുഡേ I am meeting the MD of ABC company. Today I am meeting the MD of ABC company. Okay. Today I have met the MD of ABC company. Okay. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടുഡേ ഐ എം മീറ്റിംഗ് ദ MD ഓഫ് ABC കമ്പനി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ABC കമ്പനിയുടെ MDനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്, മീറ്റ് ചെയ്യും. ഇന്ന് ഞാൻ എൻ്റെ MD ABC കമ്പനിയുടെ MDനെ ഇന്ന് ഞാൻ മീറ്റ് ചെയ്യും. ഇവിടെ എന്താണ്? ഫ്യൂച്ചറാണ്. ഓക്കെ, ഇവിടെ ടുഡേ ഐ ഹാവ് മെറ്റ് ദ MD ഓഫ് ABC കമ്പനി. ഇപ്പോൾ വൈകുന്നേരം ഞാൻ പറയുവാണ് ഞാൻ ഇന്ന് ABC കമ്പനിയുടെ MDനെ ഞാൻ ഇന്ന് മീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? പാസ്റ്റാണ്. പാസ്റ്റിൽ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ്
അതായത് എന്തെങ്കിലും ഇപ്പോൾ ദിസ് വീക്ക് അല്ലെങ്കിൽ ദിസ് മന്ത് അല്ലെങ്കിൽ ദിസ് ഇയർ അല്ലെങ്കിൽ ടുഡേ എന്നൊക്കെ പറയണം. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ടൈം ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ടൈം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദിസ് വീക്ക്, ദിസ് ഇയർ, ദിസ് മന്ത് അല്ലെങ്കിൽ ടുഡേ എന്നൊക്കെ പറയുമ്പം അത് ടൈം അല്ലേ എന്നുള്ളൊരു ഡൗട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ നമ്മൾ യെസ്റ്റർഡേ എന്തെങ്കിലും ഒരു ടൈമൊക്കെ നമ്മൾ പറയണ സമയത്ത് ആ ഒരു സമയം മുഴുവനായിട്ട് കഴിഞ്ഞുപോയി ഇല്ലേ, ആ ഒരു സമയം മുഴുവനായിട്ട് കഴിഞ്ഞുപോയി. പക്ഷെ ഇവിടെ ടുഡേ, ഇപ്പം ഇന്ന് വൈകുന്നേരം ഞാൻ ഒരാളോട് പറയുവാണ് ഇന്ന് ഞാൻ ABC കമ്പനിയുടെ MDനെ മീറ്റ് ചെയ്തു. ഓക്കെ, ആ ആക്ഷൻ കഴിഞ്ഞു പോയി. ആക്ഷൻ നടന്നത് ടുഡേ ആണ്. എപ്പോഴാണ് നടന്നതെന്നുള്ള സമയം എനിക്കറിയാം. പക്ഷേ ഈ ടുഡേ എന്ന് പറയുന്ന സംഭവം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരാളോട് ഇന്ന് ഞാൻ ഇന്ന ആളെ മീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ആ ഇന്ന് എന്ന് പറയുന്ന ആ ഡേ കഴിയണതിന് മുമ്പാണ് നമ്മൾ അങ്ങനെ പറയാറ്. ആ ഇന്നെന്നുള്ള ആ ഒരു ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി, ഇന്നലെയായി, യെസ്റ്റർഡേ ആയി അല്ലേ. അതേപോലെ ഈ ആഴ്ച ഞാൻ അവനെ കണ്ടായിരുന്നു, അവനെ മീറ്റ് ചെയ്തായിരുന്നു അല്ലെങ്കിൽ അവനോട് സംസാരിച്ചായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയായിരുന്നു എന്ന് പറയുമ്പം ഈ ആഴ്ച ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും, കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ പോയായിരുന്നു എന്ന് പറയും. അപ്പം നമ്മുടെ ടൈം നമുക്ക് അവർ തന്ന സമയത്ത്, ടൈം ഒരു എക്സാക്റ്റ് ആയ ഒരു ടൈം തന്ന സമയത്ത് ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അപ്പോൾ ദിസ് വീക്ക്, ഇയർ, മന്ത്, ടുഡേ എന്ന് പറയുന്ന ഈ വേർഡ്സിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നടക്കാൻ പോണ ആക്ഷൻ അല്ലെങ്കിൽ നടക്കാൻ പോണ ആക്ഷൻ ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും, പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണെങ്കിൽ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അതല്ല അത് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ടൈം തന്നിട്ടുള്ളപ്പോഴും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആ ഡേ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടില്ല. ആ ഡേ അല്ലെങ്കിൽ ടൈം പീരീഡ് കഴിയുമ്പം യെസ്റ്റർഡേ ആവും, അല്ലെങ്കിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ ഓർ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം നമ്മളവിടെ എന്ത് യൂസ് ചെയ്യും, പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ ഈ ഡേ അല്ലെങ്കിൽ ഇയർ അല്ലെങ്കിൽ മന്ത് കഴിയാത്തതുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഈസ് ഇറ്റ് ക്ലിയർ ഗൈസ്? യെസ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, ജസ്റ്റ് നൗ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, പിന്നെ യെറ്റ് അല്ലെങ്കിൽ ആസ് യെറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, പിന്നെ ഏർലിയർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം, ബിഫോർ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ നമ്മൾ പറയുമ്പോൾ റീസെൻ്റ്ലി അല്ലെങ്കിൽ ലേറ്റ്ലി ഇങ്ങനെ. പിന്നെ അപ് ടു നൗ എന്നുള്ള വേർഡിന് ശേഷം പിന്നെ കുറച്ച് വെർബുണ്ട്, നോ, വാണ്ട്, ഫീൽ, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ കൂടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് നമ്മൾ യൂസ് ചെയ്യാറ്. മനസ്സിലായോ? നമുക്ക് എക്സാമ്പിൾ നോക്കാം. I never saw a man like you. I never saw a man like you. എന്താണ് നമ്മൾ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. I never saw a man like you. നമ്മൾ പറഞ്ഞു നെവർ എന്നുള്ളൊരു വേർഡ്, ഒരു ആഡ്വർബ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നെവർ അല്ല, ഐ നെവർ സോ അല്ല, ഐ ഹാവ് നെവർ സീൻ ആണ്. ഐ ഹാവ് നെവർ സീൻ ആണ്. നമ്മൾ ആഡ്വർബിൻ്റെ കാര്യം പഠിച്ച സമയത്ത് നെവർ, എവർ ഇതൊക്കെ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരും അല്ലേ. ഓഫൺ,
അതേപോലെ എന്താണ് സെൽഡം, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഫ്രീക്വൻ്റ്ലി, ഇതൊക്കെ എന്താണോ, ഇതൊക്കെ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണ്. നമ്മൾ പറഞ്ഞു ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി എന്തിനു മുമ്പാണ് വരിക? മെയിൻ വെർബിന് മുമ്പാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വെർബ് ഉണ്ട്, ഹാവ് എന്നുള്ള ഓക്സിലറി വെർബ് ഉണ്ട്, സി എന്നുള്ള മെയിൻ വെർബ് ഉണ്ട്. സോ ഈ നെവർ മെയിൻ വെർബായ സിക്ക് മുമ്പാണ് വരേണ്ടത്. ഐ ഹാവ് നെവർ സീൻ എ മാൻ ലൈക്ക് യു, തന്നെ പോലത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. വേറൊരു എക്സാമ്പിൾ, this is the വേണ്ട, I went there earlier. ഇതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് ഞാൻ പോയിട്ടുണ്ട്. earlier വന്നു കഴിഞ്ഞാൽ എന്താണ്? went അല്ല, have gone. I have gone there earlier. I talked to him lately at the bus stop. ബസ് സ്റ്റോപ്പിൽ വെച്ച് ഞാൻ ഇപ്പം അവനോട് സംസാരിച്ചതേ ഉള്ളൂ. സോ നമ്മൾ പറഞ്ഞു ലേറ്റ്ലി എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് ടോക്ക്ഡ് ടു ഹിം ലേറ്റ്ലി അറ്റ് ദി ബസ് സ്റ്റോപ്പ്. മനസ്സിലായോ? ദ മൂവി, അല്ലെങ്കിൽ വേണ്ട, ഷീ didn't come yet. അവൾ ഇതുവരെ വന്നിട്ടില്ല. ഷീ didn't come yet. അപ്പോൾ യെറ്റിൻ്റെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? യെറ്റിൻ്റെ കൂടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡിഡ് കം അല്ല, ഷീ ഹാസിൻറ്റ് കം യെറ്റ്. മനസ്സിലായോ? യെസ്. സോ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. എന്ത്? ചില വേർഡ്സിന് ശേഷം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. ഇനി നാലാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ ദിസ് അല്ലെങ്കിൽ ദാറ്റ് ഓർ ഇറ്റ്, അതിനുശേഷം ഓർഡിനൽ നമ്പർ അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. യെസ്, നമ്മൾ ഈ ഓർഡിനൽ കാർഡിനൽ ഇതിനു മുമ്പ് ഏതോ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, ഡീറ്റെയിൽഡ് ആയിട്ട്. ഓർഡിനൽ എന്ന് പറയുമ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന് പറയുന്നതാണ് ഓർഡിനൽ. കാർഡിനൽ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 ആണ് കാർഡിനൽ. അപ്പോൾ ദിസ്, ദാറ്റ്, ഇറ്റിൽ സ്റ്റാർട്ട് ചെയ്യും, അതിൽ ഓർഡിനൽ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടെങ്കിൽ ദർ വി ഓൾവേസ് യൂസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. നോക്കാം. ദിസ് ഈസ് ദി first team that won the എന്താ പറയാ, won the trophy. ഇതാണ് ട്രോഫി വൺ ചെയ്ത ആദ്യത്തെ ടീം അല്ലേ. അപ്പോൾ ദിസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓർഡിനൽ നമ്പർ ഉണ്ട്. സോ ദാറ്റ് വൺ അല്ല, ദാറ്റ് ഹാസ് വോൺ ദി ട്രോഫി. വേറൊരു എക്സാമ്പിൾ നോക്കാം. It is the best movie he acted. This is the best movie he acted. ഇറ്റാണ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. സോ ഹി ആക്റ്റഡ് അല്ല,
she has acted. He has acted. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. This is the most difficult case that the doctor handled. ഡോക്ടർ ഹാൻഡിൽ ചെയ്തതിൽ ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായ കേസ്. ദിസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ ദിസ് വേണ്ട, ദാറ്റ് എന്ന് കൊടുത്തോളൂ. ദാറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. ഡോക്ടർ ഹാസ് ഹാൻഡിൽഡ്. മനസ്സിലായോ? ഡോക്ടർ ഹാൻഡിൽ ചെയ്തതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായ കേസ് അതായിരുന്നു. മനസ്സിലായല്ലോ? സോ അങ്ങനെ ദിസ് ദാറ്റ് ഇറ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയും ഓർഡിനൽ നമ്പർ അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസ് യൂസ് ചെയ്യും? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ഇപ്പോൾ 3 ടെൻസസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഡിസ്കസ് ചെയ്തു, ഒന്ന് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഏതൊക്കെ കേസസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ ലാസ്റ്റ് കേസാണ്, ലാസ്റ്റ് ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്. നാലാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസിൻ്റെ സിൻടാക്സ് നോക്കാം. നോക്കിക്കോളൂ. സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ഹാസ് ഓർ ഹാവ് ഉണ്ടാവും, പിന്നെ അഡീഷണലായി ബീൻ ഉണ്ടാവും, വെർബിൻ്റെ 4th ഫോം ഉണ്ടാവും, പിന്നെ സെൻറ്റൻസിൻ്റെ ഒരു കുറച്ച് എന്തെങ്കിലും ഉണ്ടാവും. അതിനുശേഷം നമുക്കൊരു ടൈം ക്ലോസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ എന്താണ്? സബ്ജക്റ്റ് ഉണ്ടാവും, ഹാസ് ഓർ ഹാവ് ഉണ്ടാവും, പിന്നെ ബീൻ ഉണ്ടാവും, വെർബിൻ്റെ 4th ഫോം ING ഫോം ഉണ്ടാവും, ടൈം ക്ലോസ് ഉണ്ടാവും. അപ്പോൾ എവിടെയാണ് ഹാസ് യൂസ് ചെയ്യണേ, എവിടെയാണ് ഹാവ് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഐയുടെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ, വി, അതേപോലെ ദേ, യു, ഹാവ് യൂസ് ചെയ്യും. ഷീ, ഇറ്റ്, ഹീയുടെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഹാസ് യൂസ് ചെയ്യും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? സോ നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഷീ ഹാസ് ബീൻ വർക്കിംഗ് at Infosys for more than 3 years. 3 കൊല്ലത്തിലധികം അവൾ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീ ആണ് നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ ഹാസ് വരും, പിന്നെ ബി വരും, വർക്ക് എന്നുള്ള വെർബിൻ്റെ ING ഫോമാണ്. ടൈം ക്ലോസ് നോക്കിക്കോളൂ. ഫോർ മോർ ദാൻ 3 years. ഈ ടൈം ക്ലോസ് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസിൽ മസ്റ്റ് ആണ്. ഫോർ മോർ ദാൻ 3 years. ഫോർ അല്ലെങ്കിൽ സിൻസ് അല്ലേ? ഫോർ അല്ലെങ്കിൽ സിൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ക്ലോസ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. ഫോർ അല്ലെങ്കിൽ ഈ ടൈം ക്ലോസിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഫോർ അല്ലെങ്കിൽ സിൻസ് ആണ് നമ്മൾ കൂടുതൽ മോസ്റ്റ് ഓഫ് ദ കേസസിൽ നമ്മൾ ടൈം ക്ലോസിന് ഫോർ അല്ലെങ്കിൽ സിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം ക്ലോസിൻ്റെ കാര്യം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിന് മുമ്പ് വേറൊരു എക്സാമ്പിൾ നോക്കാം. they have been staying here since 2013. Okay, since 2013. അപ്പോൾ ഇവിടെ സിൻസ് ഉണ്ട്, 2013 ഉണ്ട്. ഇതാണ് നമ്മുടെ ടൈം ക്ലോസ്. അപ്പം ഞാൻ പറഞ്ഞു പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ടൈം ക്ലോസ്, ഫോർ ഓർ സിൻസ്. നമുക്ക് അതിലേക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. എവിടെയാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യണേ, എവിടെയാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യണം നോക്കിക്കോളൂ. ഞാനിവിടെ 2 എക്സാമ്പിൾ എഴുതിയായിരുന്നു. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ദെയർ ഫോർ മോർ ദാൻ 3 years അല്ലേ? 3 കൊല്ലത്തിലധികം അവൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ സ്റ്റേയിങ് ഹിയർ സിൻസ് 2013. അപ്പോൾ ഫോർ എന്നുള്ള ടൈം ക്ലോസ് നമ്മൾ യൂസ് ചെയ്യണത് നമ്പർ ഓഫ് ഇയേഴ്സ്
or number of months or number of days, whatever it may be, number of years or month അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും, ഡേയ്സ് ആയാലും, അങ്ങനെ വരുമ്പോഴാണ് for 3 years, for 2 months അല്ലെങ്കിൽ for 2 days, for 13 weeks അല്ലേ, അങ്ങനെ നമ്പർ ഓഫ് ആ ഒരു ടൈം ഡ്യൂറേഷൻ്റെ എണ്ണം നമ്മൾ പറയുവാണെങ്കിൽ 2 weeks, 3 weeks, 7 days, 8 months, 12 years, whatever it may be, അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? for യൂസ് ചെയ്യും. സിൻസ് എവിടെ നമ്മൾ യൂസ് ചെയ്യും? ഒരു എക്സാക്റ്റ് ആയ ഒരു ഇയർ അല്ലെങ്കിൽ ഒരു മന്ത്, അതായത് ആ ഒരു മാസം തൊട്ട് ഷി ഹാസ് ബീൻ സ്റ്റേയിങ് ഹിയർ സിൻസ് ദ മന്ത് ഓഫ് ജാനുവരി. ഷി ഹാസ് ബീൻ സ്റ്റേയിങ് ഹിയർ സിൻസ് ദ മന്ത് ഓഫ് ജാനുവരി. ഈ ജനുവരി തൊട്ട് അവൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയം തൊട്ട് എന്ന് പറയണ മീനിങ്ങിലാണ് നമ്മുടെ ആ സെൻറ്റൻസ് എങ്കിൽ നമ്മൾ അവിടെ സിൻസ് യൂസ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ഒരു എക്സാക്റ്റ് ആയ ഒരു ഇയറോ അല്ലെങ്കിൽ ഒരു ഡേറ്റോ അല്ലെങ്കിൽ ഒരു സമയമോ അങ്ങനെ ഒരു എക്സാക്റ്റ് ഒരു ടൈം ആയിരിക്കും നമ്മളിവിടെ പറയണേ. ഇവിടെ നമ്മളൊരു കാലയളവ്, ഒരു പീരീഡിനെ കുറിച്ചായിരിക്കും പറയണത്. 2 months, 3 months, 18 weeks എന്നൊക്കെ ഉള്ള രീതിയിലുള്ള. മനസ്സിലായോ? ഫോറും സിൻസും. യെസ്. അപ്പോൾ നമ്മൾ 2 കേസസിലാണ് നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യണേ. ആദ്യത്തെ കേസ് നോക്കിക്കോളൂ. ഫസ്റ്റ് കേസ്, ആൻ ആക്ഷൻ started in the past and still happening or still continuing as such. ഒരു ആക്ഷൻ പാസ്റ്റിൽ നടന്നൊരു ആക്ഷനാണ്, അല്ലെങ്കിൽ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്, ഇപ്പോഴും ആ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം. അപ്പോൾ ടൈം ക്ലോസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? അപ്പോൾ നേരത്തെ തുടങ്ങിയതായിരിക്കണം, ഇപ്പോഴും അത് കോണ്ടിന്യൂസ് ആയിട്ട് അത് നടന്നുകൊണ്ടും ഇരിക്കണം. അപ്പോൾ നമുക്ക് ആ ടൈം ക്ലോസ് അറിഞ്ഞാലേ നേരത്തെ തുടങ്ങിയതാണോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. ഷീ ഹാസ് ബീൻ contacting me since yesterday. വേറെ നോക്കാം. She has been contacting me for a week. നോക്കിക്കോളൂ. അപ്പോൾ 2 കേസ് ഉണ്ട്. ഷി ഹാസ് ബീൻ കോൺടാക്റ്റിംഗ് മീ സിൻസ് യെസ്റ്റർഡേ. എന്താണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്? ഇന്നലെ തൊട്ട് അവൾ എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും അവൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? യെസ്. ഇനി ഷി ഹാസ് ബീൻ കോൺടാക്റ്റിംഗ് മീ ഫോർ എ വീക്ക്. ഒരാഴ്ചയായിട്ട് അവൾ എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഓൾറെഡി അവൾ എന്നെ കുറേ ദിവസമായി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ആ ആക്ഷൻ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യണേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം. വേറൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പം ഇങ്ങനെയായിരിക്കും തരിക. ഷീ ഈസ് സ്റ്റേയിങ് ഹിയർ for 9 months. അവളിവിടെ 9 മാസമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് തരുമ്പം നമുക്കിതിൽ പ്രത്യേകിച്ച് എററൊന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം അവളിവിടെ 9 മാസമായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കോണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു ആക്ഷനാണ്. പക്ഷേ ഇവിടെ നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്, പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ദി ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്. ആക്ഷൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും അത് കോണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹാസ് ബീൻ സ്റ്റേയിങ് ആണ്. ഷി ഹാസ് ബീൻ സ്റ്റേയിങ്. മനസ്സിലായോ? വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. They are studying. വേറൊരു ഇതിങ്ങനെ നോക്കാം. He is pursuing his UG since last year. കഴിഞ്ഞ കൊല്ലം തൊട്ട് അവൻ്റെ UG പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു കാര്യം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ
നമ്മൾ അവിടെ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ടൈം ക്ലോസ് തന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ എപ്പോഴോ ആ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ടൈം ക്ലോസ് പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴും കോണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലുള്ള ഒരു ടൈം ക്ലോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് അല്ല യൂസ് ചെയ്യേണ്ടത്, പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹി ഹാസ് ബീൻ പെർസ്യൂയിങ് ഹിസ് UG സിൻസ് ലാസ്റ്റ് ഇയർ. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് വരേണ്ട സ്ഥലത്ത് കൂടുതലും എക്സാമിനേഷൻസിൽ അവർ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് തരും. സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എറർ ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ മനസ്സിലാക്കുക, ഇങ്ങനെ ടൈം ക്ലോസ് ഉണ്ടെങ്കിൽ ആ കൊല്ലം തൊട്ട് അല്ലെങ്കിൽ ഇത്ര മാസമായിട്ട് ഇത്ര വർഷമായിട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തെങ്കിലും ടൈം ക്ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്? പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ടീച്ചേഴ്സ് ഡെയിലി in online she takes class എന്ന് കൊടുക്കാം. She takes class daily in online for more than a year. ഒരു കൊല്ലത്തിൽ കൂടുതലായിട്ട് അവൾ ഡെയിലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓൺലൈനിൽ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ ആണ്. ഇവിടെ നമുക്കിതൊരു ഹാബിച്വൽ ആക്ഷൻ ആയിട്ട് തോന്നും, കാരണം ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു ഹാബിച്വൽ ആക്ഷൻ ആയിട്ട് നമുക്ക് സെൻറ്റൻസ് വായിക്കുമ്പോൾ തോന്നും, ബിക്കോസ് ദിസ് ആക്ഷൻ ഓർ ദിസ് ആക്ടിവിറ്റി ഈസ് ടേക്കിംഗ് പ്ലേസ് ഡെയിലി. പക്ഷെ ഇവിടെ നോക്കിക്കോളൂ, ഹിയർ യു ഹാവ് എ ടൈം ക്ലോസ് ഫോർ മോർ ദാൻ എ ഇയർ. അപ്പോൾ പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ആവുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ടൈം ക്ലോസ് തന്നിട്ടുണ്ട്. ഷി ടേക്സ് ക്ലാസ് അല്ല, she has been taking class. She has been taking class daily in online for more than a year. മനസ്സിലായോ? Yes. They are waiting here for an hour. Again, അല്ലേ? ഇവിടെ എന്താണ് വരേണ്ടത്? ദേ ആർ വെയിറ്റിംഗ് അല്ല, ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ. ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ആൻ അവർ. ഇപ്പോൾ ഒരു ടൈം ക്ലോസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ് കേസ് നോക്കാം. certain words follow നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, PPCT കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. അത് ഏതൊക്കെ വേർഡ്സ് ആണ് നോക്കിക്കോളൂ. ഒന്ന് സിൻസ്, അതേപോലെ ഫോർ. അല്ലേ, നമ്മൾ പറഞ്ഞു ടൈം ക്ലോസ് മസ്റ്റ് ആണ്. ടൈം ക്ലോസ് കാണിക്കാൻ വേണ്ടി നമ്മൾ പൊതുവെ എന്താണ് യൂസ് ചെയ്യണത്? ഫോർ അല്ലെങ്കിൽ സിൻസ് ആണ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് വേർഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സെൻറ്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അവിടെ എന്ത് ടെൻസ് ആണ് വരേണ്ടത്? പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്. പിന്നെ ലോങ് എന്നുള്ളൊരു വേർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൗ ലോങ് എന്നുള്ളൊരു വേർഡ് ഉണ്ടെങ്കിൽ, ഹൗ ലോങ് എന്നുള്ളൊരു വേർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾ ദ ടൈം ഓർ ഡേ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതേപോലെ all this week, all this year, അല്ലെങ്കിൽ all this month, ഇങ്ങനത്തെ രീതിയിലുള്ള ഫ്രേസസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? പ്രസന്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നോക്കിക്കോളൂ, എന്താ പറയുക, നമുക്ക് നോക്കാം. കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം. how long you have been waiting for me. How long you have been
വെയിറ്റിംഗ് ഫോർ മീ. അപ്പോൾ എന്താണ്, എത്ര സമയമായിട്ടാണ് നീ എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ, വാട്ട് എവർ, നീ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഹൗ ലോങ് യു ഹാവ് ബീൻ, ഓർ ഹൗ ലോങ് ഹാവ് യു ബീൻ എന്നും ചോദിക്കാം. ഹൗ ലോങ് ഹാവ് യു ബീൻ, യു ഹാവ് ബീൻ എന്നുള്ളതിന് പകരം ഹാവ് യു ബീൻ എന്നും ചോദിക്കാം. ഹാവ് യു ബീൻ വെയിറ്റിംഗ് ഫോർ മീ. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ, I'm trying to reach you all this week. I'm trying to reach you all this week. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിന്നിൽ എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിന്നെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ഒരു ആഴ്ച മുഴുവനായി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് അവർ ജനറലി പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് വന്ന സിറ്റുവേഷൻസിൽ അവർ മിക്കപ്പോഴും നമുക്ക് തരാറ് എന്താണ്, പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് നമുക്ക് തരും. അപ്പോൾ നമുക്കിത് വായിക്കുമ്പം ഒരു എറർ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് ഇവിടെ എന്തുണ്ട്, ഒരു എറർ ഉണ്ട്. So I am trying to reach you. I am trying to reach you all this week. നമുക്കറിയാം all this week, year, month അല്ലെങ്കിൽ all the time ഇങ്ങനത്തെ ഫ്രേസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ I have been trying to reach you all this week. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. She is waiting for you in the restaurant for long. അല്ലെങ്കിൽ ഫോർ എ ലോങ് ടൈം, അങ്ങനെയൊക്കെ ഫോർ ലോങ് അല്ലെങ്കിൽ ഫോർ എ ലോങ് ടൈം എന്നൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതും നമ്മൾ വായിക്കണ സമയത്ത് നമുക്ക് ഒരു എറർ നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇവിടെ ഫോർ ഉണ്ട്, ലോങ് ഉണ്ട് അല്ലേ. ഒരുപാട് സമയമായിട്ട് അവൾ നിന്നെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷനാണ്, അതിപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈസ് വെയിറ്റിംഗ് അല്ല, ഹാസ് ബീൻ വെയിറ്റിംഗ്. മനസ്സിലായല്ലോ. അപ്പോൾ സിൻസ്, ഫോർ, ലോങ്, ഹൗ ലോങ്, ഓൾ ദ ഡേ, ഓൾ ദ ടൈം, ഓൾ ദിസ് വീക്ക്, ഇയർ, മന്ത്, ഇങ്ങനത്തെ രീതിയിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് നിങ്ങൾക്ക് സെൻറ്റൻസസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും, പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. യെസ്, അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ്. പിന്നെ നമ്മൾ പറയുമ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രസൻറ്റ് ടെൻസ് അല്ലേ. നമ്മൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയണ ആ ഒരു ടോപ്പിക്കിൻ്റെ താഴെ നമുക്ക് 4 കേസസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 4 ടെൻസസ് ഉണ്ടായിരുന്നു. ഒന്ന് എന്താണ്, ഒന്ന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരുന്നു, അതേപോലെ ഒന്ന് പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആയിരുന്നു, മൂന്നാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരുന്നു, നാലാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ 4 ടെൻസസും നമ്മൾ ഏതൊക്കെ കേസസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓരോരോ കേസുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇല്ല. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക, 2 ടെൻസിലും നമുക്ക് കാര്യം കാണുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും അവരെ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത് പോയി. അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ആ 4 കേസസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അതേപോലെ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, അതേപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് അല്ലെ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, അതേപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് എന്നുള്ള ഈ 4 കേസസ് അല്ലെങ്കിൽ ഈ 4 ടെൻസസിൻ്റെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. യെസ്, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി നോക്കിക്കോളൂ, ഇനി നെക്സ്റ്റ് വൺ ആണ് നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ.